അപ്പോൾ ഗോപി സുന്ദർ എന്ന് പറയുന്ന വ്യക്തി ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? Obviously, we have to be diplomatic, but you should not be, എന്താ പറയുക, ഉള്ളിലൊന്ന് വെച്ച് വേറെ ഒന്നും ബിഹേവ് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നല്ല രീതിയിൽ അവതരിപ്പിക്കാമല്ലോ. അങ്ങനെ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അല്ലാണ്ട് അതിന് ഡിപ്ലോമസി എന്ന് പറയാം. പക്ഷെ വേറൊരാളെ പുറത്ത് വേറെ പറഞ്ഞിട്ട് ഉള്ളിൽ വേറെ ചിന്തിക്കുന്ന ആളല്ല. അതുപോലെ തന്നെ പുറത്തെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി വേറെ പറയുന്ന ആൾക്കാരും നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഗോപിയുടെ ലൈഫിൽ കുറെ, ബിക്കോസ് ഒരുപാട് വർഷമായി ചേട്ടൻ ഈ ഇൻഡസ്ട്രിയിലുള്ളത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് പറയാതിരുന്നാൽ മതി. സോ ഇറ്റ്സ് നോ പ്രോബ്ലം. ഇറ്റ് ഈസ് ഓൾവേസ് ദെയർ. മേ ബി നമ്മൾ പെർഫെക്റ്റ് ആണോ? അല്ലല്ലോ. വേറെ ആളുടെ ഒരു കാര്യം ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തിനോട് ചിലപ്പോൾ പറഞ്ഞേക്കാം, ചിലപ്പോൾ അറിയാതെ പോലും നമ്മൾ പറഞ്ഞേക്കാം. സോ വി ഹാവ് ടു ജഡ്ജ്. ഒരു ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് ആദ്യം ജഡ്ജ് ചെയ്യേണ്ടത്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ എം എ പെർഫെക്റ്റ് ഇൻ ദാറ്റ്. ഐ എം എ പെർഫെക്റ്റ് മാൻ ഇൻ ദാറ്റ്. അപ്പം നമ്മൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ലൈഫിൽ. സോ അഡ്മിറ്റ് ദാറ്റ് ആൻഡ് നെഗ്ലക്റ്റ്. നമ്മളതിനെക്കുറിച്ച് നെഗ്ലക്റ്റ് ചെയ്യുക. അങ്ങനെ മനുഷ്യർ പല രീതിയിലുണ്ട്. ഞാനും അതിലൊരുത്തം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല.